എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന സമയത്തെയാണ് നമ്മൾ ആ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു റീൽസ് കാണുന്ന സമയത്ത് നമ്മൾ വേഗം തന്നെ അടുത്ത റീൽസിലേക്ക് നമ്മളത് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. കാരണം എന്താണ്? നമുക്ക് ആ റീൽസ് കുറച്ച് കാണുന്ന സമയത്ത് തന്നെ നമുക്കത് മതി. നമ്മളുടെ ആഗ്രഹിച്ചൊരു കാര്യം അതിനകത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത റീൽസിലുണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്തതിലേക്ക് ചാടി കടക്കുന്നു, അല്ലേ? അതായത് പൂർണ്ണമായിട്ട് അത് കാണാനുള്ള ക്ഷമ നമുക്കില്ല. അങ്ങനെ ഓരോ വീഡിയോസും നമ്മളിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതെന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു വ്യഗ്രതയാണ്. അതായത് നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ കഴിവ് നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമ്മൾ ഏത് കാര്യമായിക്കൊള്ളട്ടെ, നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് 100% എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ 100% ആത്മാർത്ഥതയോട് കൂടി തന്നെ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എങ്കിൽ നമുക്കതിൽ വിജയം ഉണ്ടാവും. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാര്യമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിക്കൊള്ളട്ടെ, എന്ത് തൊഴിലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിനകത്ത് നമ്മൾ 100% ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുണ്ട്. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഒരു സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറയുന്നത് കൊണ്ട്, നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ മറ്റു പ്രവർത്തനങ്ങളിലും അത് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാര്യമായിക്കൊള്ളട്ടെ, അപ്പോൾ നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ മാറിപ്പോകുന്നു, പെട്ടെന്ന് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നു, അല്ലേ? അപ്പോൾ നേരെ മറിച്ച് നമുക്ക് ആ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷയമില്ല, നമുക്ക് ഒരാളോട് സംസാരിക്കാനും പറ്റും, നമ്മളുടെ വാഹനം നല്ല രീതിയിൽ തന്നെ ഓടിക്കാനും സാധിക്കും. അപ്പം കാരണം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ശ്രദ്ധ കുറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ഈ ഫോണിൻ്റെ അകത്തുള്ള കാണുന്ന വീഡിയോസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് നമ്മളുടെ ശ്രദ്ധ കുറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ കാണുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് കാണുക, അത് പൂർണ്ണമായിട്ട് കാണുക, അത് 100% ഡെഡിക്കേഷനോടെ കാണുക. എന്താണ് അതിൻ്റെ നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ അത് എടുക്കുക. എന്നിട്ട് അടുത്ത വീഡിയോ നോക്കുക. അല്ലാതെ ഒരു വീഡിയോ മുഴുവനായി കാണാതെ അതിൻ്റെ തുടക്കം കണ്ടു അടുത്ത വീഡിയോയിൽ പോകുന്ന സമയത്ത് ഒന്നും ഇൻകംപ്ലീറ്റ് ആയിട്ട് തുടരുകയാണ്, ഒന്നും പൂർണ്ണമാകുന്നില്ല, അല്ലേ? അപ്പോൾ നമുക്ക് അറിവുകൾ എന്തായിരിക്കണം? അത് പൂർണ്ണമായിട്ട് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ പറയുന്ന വീഡിയോ മുഴുവനായിട്ട് കാണണം. അത് എന്ത് കാര്യമായിക്കൊള്ളട്ടെ, അത് പഠിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് പഠിക്കണം. ഒരു ബുക്ക് എടുത്ത് തുറന്ന് വെച്ചു, 2 പേജ് വായിച്ചു, 3ാമത്തെ പേജ് വായിക്കുന്നില്ല. 2 പേജ് വായിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ശ്രദ്ധ കൊടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. 3ാമത്തെ പേജ് വായിക്കാനായിട്ടുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാവുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് വേണ്ടത്? നമുക്ക് ആ 3ാമത്തെ പേജും വായിച്ച് 4ഉം വായിച്ച് ആ ബുക്ക് മുഴുവൻ തീർക്കാനായിട്ടുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം. അതാണ് ആ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് കാര്യത്തിലും നമ്മളങ്ങനെ പൂർണ്ണമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് എങ്കിൽ ഈ പറയുന്ന സ്പാൻ ഓഫ് അറ്റൻഷൻ കൂടിക്കൂടി വരും. നമ്മളുടെ ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കൂടിക്കൂടി വരും. അങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തന മേഖലയായിക്കൊള്ളട്ടെ, എന്ത് തൊഴിലായിക്കൊള്ളട്ടെ, അതിലൊക്കെ നമുക്ക് 100% ഡെഡിക്കേഷനോട് കൂടി ചെയ്യാൻ സാധിക്കും. അതിൽ സക്സസ് ആവാനുള്ള സാധ്യത കൂടിക്കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന റീൽസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക? അതൊന്ന് പൂർണ്ണമായിട്ട് കാണുക. വേണ്ട കാര്യങ്ങൾ കാണുക, വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുക. അതായത് വേണ്ടാത്തതിലേക്ക് നമ്മൾ പോകാതിരിക്കുക. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കുക? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുക, അത് പൂർണ്ണമായിട്ട് കാണുക. അല്ലാതെ അതിൻ്റെ അകത്ത് നമ്മൾ അടുത്തിലേക്ക് പോയിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ ഒരു സ്പാൻ ഓഫ് അറ്റൻഷൻ കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കണം. ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാനാവൂ എന്ന് തിരിച്ചറിയുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.